ആലപ്പുഴയിൽ MDMA-യുമായി CPM ബ്രാഞ്ച് സെക്രട്ടറി പിടിയിലായി. കേസിൽ തുടരന്വേഷണത്തിന് തടയിടാനുള്ള നീക്കവുമായി ആലപ്പുഴയിലെ CPM രംഗത്തു വന്നു. ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ലഹരിക്കടത്ത് സംഘത്തിന് പിന്നിൽ CPM, DYFI നേതാക്കൾ ഉൾപ്പെടെ മാഫിയാണെന്നാണ് സൂചന. CPM മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് ജയരാജാണ് MDMA-യുമായി പിടിയിലായത്. CPM ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷിനെ MDMA-യുമായി പിടികൂടിയ സംഭവത്തിൽ പാർട്ടി ഇതുവരെ കൈക്കൊണ്ട നടപടിയാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. CPM സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് പോലും MDMA-യുമായി പിടിയിലായ ബ്രാഞ്ച് സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയതായോ സസ്പെൻഡ് ചെയ്തതായോ ഒരു വാർത്താക്കുറിപ്പ് പോലും CPM ഇറക്കിയിട്ടില്ല. ഇതേസമയം കേസിൻ്റെ അന്വേഷണം അട്ടിമറിക്കാനും വിഘ്നേഷിന് രാസലഹരി ലഭിക്കുന്നത് എവിടെ നിന്നെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീളുന്നത് തടയാനുമുള്ള ശ്രമം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുന്നതായും ആക്ഷേപമുണ്ട്. CPM, DYFI നേതാക്കൾ ഉൾപ്പെടുന്ന മാഫിയയ്ക്ക് ലഹരിക്കടത്തുമായുള്ള ബന്ധം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. എന്നാൽ അന്ന് കേസിൽ അറസ്റ്റടക്കം തടഞ്ഞ് പാർട്ടി ഇടപെടലുണ്ടായി. കേസിൻ്റെ അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ലഹരി കടത്തിയ വാഹനത്തിൻ്റെ ഉടമയെ ന്യായീകരിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയതും വിവാദമായിരുന്നു. ഇതിനു സമാനമായി വിവാദങ്ങൾ ഉണ്ടായാലും ലഹരി മാഫിയയിലെ CPM സാന്നിധ്യം മറച്ചുവെച്ച് പാർട്ടി അംഗങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്ന നയമാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.